അപ്പം വൻകരകളും സമുദ്രങ്ങളും എന്നുള്ള പാഠഭാഗത്തിൽ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പറയാം, വിശാലമായ ജലഭാഗങ്ങളെ സമുദ്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. വിശാലമായ ജലഭാഗങ്ങളെ നമ്മൾ എന്താ വിളിക്കുന്നത്? സമുദ്രങ്ങൾ എന്നാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 2/3 ഭാഗം സമുദ്രങ്ങളാണ്. അതായത് 2/3 ഭാഗം ആരാണ്? സമുദ്രങ്ങളാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സമുദ്രങ്ങൾക്ക് ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങൾ, വൻകര. ഓക്കെ, കരഭാഗങ്ങളാണ് വൻകരകൾ. സമുദ്രങ്ങൾക്കിടയിൽ നമുക്ക് 2-3 പോയിന്റ് പറഞ്ഞു. 2/3 ഭാഗം ഭൂമിയിൽ ജലമാണ്. വിശാലമായ ജലഭാഗങ്ങളാണ് സമുദ്രങ്ങൾ. അതുപോലെ സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് എന്ത്? വൻകരകൾ. ഈ സമുദ്രങ്ങൾക്കിടയിലുള്ള കരഭാഗങ്ങളാണ് ആര്? വൻകരകൾ. ഇനി നമുക്ക് ഏതൊക്കെ വൻകരകളാണെന്ന് നോക്കാം. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഓക്കെ, ഇത്രയും വൻകരകളാണ്. അതായത് നമുക്ക് എത്ര വൻകരകളുണ്ട്? 7 വൻകരകളാണ് നമുക്കുള്ളത്. അത് ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. അതായത് ഈ 7 വൻകരകൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓർഡർ അനുസരിച്ചാണ്. അത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത്? വൻകരകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓർഡർ പഠിക്കണം. ഈ വൻകരകളുടെ ഓർഡർ പഠിക്കണം. ഒന്നാമത്തെ വൻകര, അതായത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാമതാര ഏഷ്യ, 2ാം സ്ഥാനത്ത് ആഫ്രിക്ക, 3ാം സ്ഥാനത്ത് വടക്കേ അമേരിക്ക, 4ാം സ്ഥാനത്ത് തെക്കേ അമേരിക്ക, 5 അന്റാർട്ടിക്ക, 6 യൂറോപ്പ്, ഏറ്റവും അവസാനം അതായത് വൻകരകളിൽ ഏറ്റവും ചെറിയ വൻകരയാണ് ആര്? ഓസ്ട്രേലിയ. അപ്പോൾ നമ്മളിത് പഠിക്കണം. ഇത് പഠിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കോഡൊക്കെ ഇട്ട് പഠിക്കുക. കാരണം ഇത് PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ആദ്യം ഏഷ്യയാണ് ഏറ്റവും വലിയ വൻകര എന്ന് നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം. ഏഷ്യയാണ് എന്ത്? ഏറ്റവും വലിയ വൻകര. അത് പഠിച്ചു വെക്കുക. ഈ ഏഷ്യയിലുള്ള ആളുകളൊക്കെ ഫ്രീ മൈൻഡാണ്. ഓക്കെ, ഫ്രീ മൈൻഡായിട്ടാണ് നടക്കുക. ഓക്കെ, ആഫ്രിക്കേൻ്റെ ഫ്രീ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏഷ്യയിലുള്ള ആളുകൾ എന്താണ്? ഫ്രീ ആയിട്ട് നടക്കും. എങ്ങനെ നടക്കുക? വടക്ക് തെക്കാ നടക്കുക. സാധാരണ എല്ലാവരും തെക്ക് വടക്കാ നടക്കുക. പക്ഷെ ഏഷ്യയിലുള്ള നമ്മൾ നടക്കുക എങ്ങനെയാണ്? വടക്ക് തെക്കാണ് നടക്കുക. ഓക്കെ, മാറിപ്പോകരുത്. തെക്ക് വടക്ക് നാക്കരുത്. വടക്ക് തെക്ക്. ഓർഡർ എങ്ങനെ? ആദ്യം വടക്ക് പറയണം, പിന്നെ തെക്ക് പറയണം. ഓക്കെ, ഏഷ്യയിലെ ആളുകളൊക്കെ ഫ്രീ ആയിട്ട് നടക്കും. എങ്ങനെ നടക്കും? വടക്ക് തെക്കായിട്ട് നടക്കും. അങ്ങനെ വടക്ക് തെക്കായിട്ട് നടക്കുമ്പോൾ നമുക്ക് എന്താണ്? ആയുസ് കൂടും. ഓക്കെ, ആയുസ് കൂടും. ആ എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്ക, യു എന്ന് പറഞ്ഞാൽ യൂറോപ്പ്, സ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ സ്. ഓക്കെ, കിട്ടാൻ വേണ്ടിയിട്ടാണ്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോഡ് കാണാതെ പഠിക്കേണ്ട. ഒന്നും കൂടി പറയാം. ഏഷ്യയാണ് ഏറ്റവും വലിയ വൻകര എന്ന് നമുക്കറിയാം. ഏഷ്യയാണ് ഏറ്റവും വലിയ വൻകര. ഏഷ്യ ഏറ്റവും വലിയ വൻകര എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്നതാണ് ഏഷ്യ വൻകര, ഇന്ത്യ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള, അതായത് ഏഷ്യയിലുള്ള ആളുകളൊക്കെ എന്താണ്? കുറേ ഫ്രീ മൈൻഡായിട്ട് നടക്കും. മറ്റുള്ള രാജ്യക്കാരെ പോലല്ല, ഫ്രീ മൈൻഡായിട്ട് നടക്കുക. ടെൻഷനൊന്നുമില്ല, ഫ്രീ മൈൻഡായിട്ട് നടക്കും. എങ്ങനെ നടക്കും? വടക്ക് തെക്കാണ് നടക്കുക. വടക്ക് തെക്കാണ് നടക്കുക. ഓക്കെ, വടക്ക് തെക്ക്. ഏഷ്യയിലെ ആളുകൾ ഫ്രീ ആയിട്ട് വടക്ക് തെക്ക് നടക്കുന്നു. എന്നിട്ടോ അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എന്താ ഗുണം? നമ്മുടെ ആയുസ് കൂടുന്നു. ആയുസ് കൂടുന്നു. കിട്ടിയല്ലോ, സാധനം കിട്ടിയല്ലോ. ആ എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്ക, യു എന്ന് പറഞ്ഞാൽ യൂറോപ്പ്, സ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ. ഇപ്പം ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ കോഡൊക്കെ ഉണ്ടാവും. എന്തായാലും വേണ്ടില്ല, നമുക്ക് പഠിച്ചാൽ മാത്രം മതി. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി പഠനമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ കോഡിനെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, എന്നാൽ നമുക്ക് ഓരോ വൻകരകളുടെയും സവിശേഷതകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏഷ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വൻകരയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ അവിടെ കിടക്കുന്നു. ഇന്ത്യ ഉൾപ്പെടുന്ന വൻകരയാണ് എന്ത്? ഏഷ്യ. കണ്ടത് ഈ പച്ച കളറിലുള്ളതാണ് ഏഷ്യ. ഇനി നമുക്ക് ഏഷ്യയെക്കുറിച്ച് വായിക്കാം. ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. വൻകരകളുടെ ഓർഡർ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ ഏറ്റവും വലിയ വൻകര ആരാണ്? ഏഷ്യയാണ്. അപ്പോൾ നമ്മളാണ് ഏറ്റവും വലുതെന്ന് ആലോചിച്ചാൽ മതി. ഏഷ്യയിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ നമ്മളാണ് ഏറ്റവും വലുത് ലോകത്ത്. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഏറ്റവും വലിയ വൻകര ആരാണ്? ഏഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതായത് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇന്ത്യൻ്റെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ? ഇതാ ഇന്ത്യൻ്റെ കേരളം ഉൾപ്പെടുന്ന അടിഭാഗം ഇവിടെ ശ്രീലങ്ക ഒക്കെ കണ്ടില്ലേ? അതിൻ്റെ അടിയിലാണ് ആരുള്ളത്? ഇന്ത്യൻ ഓഷ്യൻ. ഈ ഇന്ത്യൻ ഓഷ്യൻ്റെ വടക്ക് എന്ന് പറഞ്ഞാൽ മുകളിലല്ലേ ഏഷ്യ ഉള്ളത്? ഓക്കെ, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഇന്ത്യൻ ഓഷ്യൻ, അതായത് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ വടക്ക്, ഇന്ത്യൻ ഓഷ്യൻ്റെ വടക്ക് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്താണ് ആരുള്ളത്? ഏഷ്യയുള്ളത്. അതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കായിട്ടാണ് ഏഷ്യ ഉള്ളത് എന്ന് പറയാവുന്നില്ല. ഇന്ത്യക്കാർ വടക്കായാൽ പിടിച്ചാൽ കിട്ടില്ല, ദേഷ്യം പിടിച്ച ആൾക്കാർ ദേഷ്യം പിടിക്കും. അങ്ങനെ വെച്ചാൽ മതി. ഇന്ത്യക്കാർ വടക്കായാൽ ദേഷ്യം പിടിക്കും,
ഇന്ത്യൻ മഹാസമുദ്രം, വടക്കാണ് ഏഷ്യ. ഓക്കെ, അടുത്തത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. എന്താ? ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലാണ് രണ്ടാം സ്ഥാനം. ഒന്നാം സ്ഥാനം ചൈനയിൽ, രണ്ടാം സ്ഥാനം ഇന്ത്യയിലാണ് ജനസംഖ്യ. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെയാണ്? ഏഷ്യയിലാണ്. അപ്പോൾ അങ്ങനെ കിട്ടിക്കൂടെ? അങ്ങനെ കിട്ടൂലേ? അപ്പോൾ ഇന്ത്യയിലും ചൈനയിലുമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത്. ഇന്ത്യ ചൈന ഉൾപ്പെടുന്നത് ഏഷ്യ എന്ന വൻകരയിലാണ്. ആ ഏഷ്യ വൻകരയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത്. ഓക്കെ, ഈ 3 പോയിന്റ് ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ വൻകര, അതായത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നതും ഏഷ്യയിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യ വൻകരയുടെ ഭാഗമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യ വൻകരയുടെ ഭാഗമാണ്. ഇന്ത്യ, ഏഷ്യ. ഓക്കെ, ആ ചിത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ വേഗം മനസ്സിലേക്ക് പതിപ്പിച്ച് വെക്കുക. ഏഷ്യ എന്ന് പറയുന്നത് ഇത്രയും ഉൾപ്പെടുന്നതാണ് ഏഷ്യ. നമ്മുടെ ഇന്ത്യയാണ് ഇത്. ഈ കാണുന്നതാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്നത് ഏഷ്യ വൻകരയിലാണ്. അടുത്ത പോയിന്റാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ ഏഷ്യ വൻകരയിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഇയാളാണ് നമ്മുടെ എവറസ്റ്റ് കൊടുമുടി. അദ്ദേഹം ഉള്ളത് എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ്. ഏഷ്യയിലാണ് മൗണ്ട് എവറസ്റ്റ് ഉള്ളത്. കാരണം മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. അപ്പോൾ നേപ്പാളൊക്കെ ഉൾപ്പെടുന്നത് ഏഷ്യയിലാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് എവിടെയാണ്? ഏഷ്യയിലാണ്. ഇതിൽ ഈ ഒരു പോയിന്റ് കൂടി ശ്രദ്ധിക്കണം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയല്ല, ഒരു റെസ്റ്റ് ഇല്ലാതെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് ആലോചിച്ചാൽ മതി. ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. ആശാൻ എവിടെയുള്ളത്? ഏഷ്യയിലാണുള്ളത്. അതുപോലെ തന്നെ ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ തന്നെ കാണാം. ഓക്കെ, ഇവിടെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും, ചൈനയിലെ നെൽകൃഷി. അതുപോലെ നമ്മുടെ സിന്ധു നദിയുടെ ഒരു പിക്ചറും ഉണ്ട്. ജസ്റ്റ് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങിയ വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നു. എവിടെയാണ് കൃഷി ചെയ്യുന്നത്? ഏഷ്യയിൽ. നെല്ല്, ഗോതമ്പ്, ചോളം. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഏഷ്യയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏഷ്യയിലാണ്. അടുത്തത് തലയുയർത്തി ഹിമാലയം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം. നമ്മൾ നേരത്തെ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ് എന്നാണ് പറഞ്ഞത്. കൊടുമുടി, എവറസ്റ്റ് റെസ്റ്റ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പർവ്വത നിര എന്നുള്ള വാക്ക്. പർവ്വത നിരയാണ് എന്ത്? ഹിമാലയം. അതായത് ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്. മഞ്ഞ് നിരനിരയായിട്ടാണ് വരിക എന്ന് ആലോചിക്കുക. പർവ്വത നിരയാണ് എന്ത്? ഹിമാലയം. ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വത നിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു. അതായത് നമ്മുടെ ജമ്മു കാശ്മീർ ഉള്ള ഈ ഭാഗം, നമ്മുടെ വടക്ക് ഭാഗം, ഇന്ത്യയുടെ വടക്ക് ഭാഗമാണ് ജമ്മു കാശ്മീർ. ഈ ഭാഗത്ത് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആളാണ് ആര്? ഹിമാലയം എന്നാണ് ഈ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ ജമ്മു കാശ്മീർ ഇങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യയുടെ വടക്ക് എന്ന് പറയുന്നത് ഇതല്ലേ, ജമ്മു കാശ്മീരിൻ്റെ അവിടെയാണ് ആരുള്ളത്? ഹിമാലയം ഉള്ളത് എന്നാണ് പറയുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വത നിരകളിൽ പല ഭാഗങ്ങളും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിലാണ് ഇതിന് ഹിമാലയം എന്ന പേര് വന്നത്. അപ്പം നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന പർവ്വതനിരകളാണെന്ത്? നമ്മുടെ ഹിമാലയം. അതുപോലെ തന്നെ ഈ പർവ്വതനിരകളിൽ സ്ഥിരമായിട്ട് മഞ്ഞു മൂടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിമാലയം എന്ന പേര് വന്നു എന്നാണ് പറയുന്നത്. ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്, മഞ്ഞിൻ്റെ വാസസ്ഥലം. ഓക്കെ, ഹിമാലയം. അപ്പോൾ ഈ പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മാറിപ്പോകരുത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ചോദിച്ചാൽ എവറസ്റ്റ്. മുടി റെസ്റ്റ് ഇല്ല എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഏഷ്യനെ കുറിച്ച് ഇത്രയാണ് പറഞ്ഞത്. എല്ലാവരും ഒന്നും കൂടി കേൾക്കുക. അടുത്തത് ആഫ്രിക്കനെ കുറിച്ചാണ് പറയുന്നത്. ആഫ്രിക്ക രണ്ടാമത്തെ, അതായത് ലോകത്തിലെ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള വൻകരയാണ് ആര്? ആഫ്രിക്ക. അത് പോയിന്റ് ശ്രദ്ധിക്കൂ. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. നമ്മൾ കോഡ് എന്തായിരുന്നു? ഏഷ്യക്കാർ ഫ്രീ ആയാൽ ഓക്കെ,
അപ്പോൾ ഫ്രീ ആരാ രണ്ടാമത്തെ സ്ഥാനം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. ആഫ്രിക്ക 2ാം സ്ഥാനമാണ് വൻകരകളിൽ ഉള്ളത്. ഇതാ ഈ കാണുന്ന പച്ചയിൽ കാണുന്നതാണ് ആഫ്രിക്ക. അത് എത്രയുണ്ട് നമ്മുടെ ആഫ്രിക്ക എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് ആരുള്ളത്? ഇന്ത്യൻ ഇവിടെയാണ് ഇന്ത്യൻ ഓഷ്യൻ ഉള്ളത്. അറ്റ്ലാന്റിക് മഹാസമുദ്രം എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത്. ഇതിന് രണ്ടിനും ഇടയിലാണ് ആരുള്ളത്? ആഫ്രിക്ക എന്ന് പറയുന്ന വൻകരയുള്ളത്. ഓക്കെ, ആഫ്രിക്ക എന്ന് പറയുന്ന വൻകര എങ്ങനെ ഇന്ത്യൻ ഓഷ്യനും നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് ഉള്ളത്. ആഫ്രിക്ക. അപ്പം ഇന്ത്യൻ മഹാസമുദ്രം, അറ്റ്ലാന്റിക്, ഇത് പഠിക്കണം. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇന്ത്യയുടെ അറ്റത്താണ് ഫ്രീക്കന്മാരുള്ളത് എന്ന് ആലോചിക്കുക. ഇന്ത്യയുടെ അറ്റത്താണ് ഫ്രീക്കന്മാർ. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ, അതായത് ഇന്ത്യൻ മഹാസമുദ്രം, അറ്റത്ത് അറ്റ്ലാന്റിക് സമുദ്രം, അതിൻ്റെ ഇടയിലാണ് ആശാനുള്ളത്. ആഫ്രിക്ക. ഓക്കെ, ഇന്ത്യയുടെ അറ്റത്താണ് ഫ്രീക്കന്മാർ ഉള്ളത് എന്ന് ആലോചിക്കാം. അടുത്തത് ജനവാസത്തിൽ 2ാം സ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകരകളിൽ 2ാം സ്ഥാനമാണ്. അതുപോലെ ജനവാസത്തിലും 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ആരായിരുന്നു? ഏഷ്യ. എന്നാൽ ജനവാസത്തിൽ 2ാം സ്ഥാനം ആരാണ്? ആഫ്രിക്കയാണ്. ഓക്കെ, ജനവാസത്തിൽ 2ാം സ്ഥാനം ആഫ്രിക്ക, അതിലും 2 തന്നെയാണ്. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. ആഫ്രിക്കയുടെ കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. ആഫ്രിക്കയുടെ പ്രത്യേകത ചോദിച്ചു. ചിലപ്പോൾ വൻകരകളുടെ പ്രത്യേക ചൂടെ കൊടുത്തിരിക്കുന്ന വൻകര തിരിച്ചറിയുമെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ വരും. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. ആഫ്രിക്കയിൽ കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. സഹാറ ഉൾപ്പെടെ നമുക്കറിയാം കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ് ആഫ്രിക്കയിൽ. അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. ഈ കാണുന്നതാണ് ആഫ്രിക്കയിലെ ഗോത്ര വിഭാഗം. ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാരാണിത്. അതുപോലെ തന്നെ ആഫ്രിക്കൻ ആനയാണ് ഈ സൈഡിലൂടെ നടന്നു പോകുന്നത്. ഓക്കെ, ചിത്രം നോക്കാം. അടുത്ത് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി ഉള്ളത് ആഫ്രിക്കയിലാണ്. ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ എന്ന് പറയുന്നത് മരുഭൂമി. ഓക്കെ, ചില ഫ്രീക്കന്മാരെ കണ്ടാൽ നമുക്ക് സഹിക്കൂലല്ലേ. അപ്പം സഹാറ ഉള്ളത് ആഫ്രിക്കന്മാർ. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സഹാറ ഉള്ളത് അതെന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ. ഓക്കെ, ഏറ്റവും വലിയ മരുഭൂമിയല്ല, അവിടെ പോയാൽ സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും. ആലോചിച്ചാൽ മതി. മരുഭൂമിയാണ് സഹാറ. ഫ്രീക്കന്മാരെ സഹിക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയും പഠിക്കാം. ആഫ്രിക്ക എന്ന് കിട്ടും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഈജിപ്ത് എവിടെയുള്ളത്? ആഫ്രിക്കൻ രാജ്യമാണ് ഈജിപ്ത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഏത് വൻകരയിലൂടെ ഒഴുകുന്നത്? നമ്മുടെ ആഫ്രിക്കയിലൂടെയാണ് ഒഴുകുന്നത്. നീളം കൂടിയ നദി നൈൽ കിട്ടണേ. നീളം നൈൽ അതെവിടെയുള്ളത്? ആഫ്രിക്കയിലാണുള്ളത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിൽ കാണാം. അതായത് ആഫ്രിക്കയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങളുണ്ട്. ഇങ്ങനെ ചോദിക്കും, ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ കാണപ്പെടുന്ന വൻകര ഏതാണെന്ന് ചോദിച്ചാൽ ആഫ്രിക്ക. നിബിഡ വനങ്ങൾ കാണപ്പെടുന്ന വൻകരയാണ് ആഫ്രിക്ക. എന്താ പ്രത്യേകത? ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്താണ് ആഫ്രിക്കയിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നൈലിനെ പറഞ്ഞു. നൈൽ എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ ദാനമാണ്. നൈൽ ഒഴുകുന്നത് ആഫ്രിക്കയിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ നൈലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആഫ്രിക്കയുടെ വടക്ക് കിഴക്കു ഭാഗത്തു കൂടി ഒഴുകുന്ന നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. നൈലാണ്. ഏകദേശം 6850 കിലോമീറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6850 കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി അഥവാ ഇൻ്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അന്താരാഷ്ട്ര നദി എന്ന് വിശേഷിപ്പിക്കണം. ഇൻ്റർനാഷണൽ റിവറാണ് നൈൽ. 6850. നൈൽ പഠിക്കണം. 6850. ഓക്കെ, അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ ഒരു നോട്ട് ഇങ്ങനെ ഈ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ ഒരു നോട്ട് കയ്യിൽ വെക്കുക. എന്നിട്ട് ഒരു പേപ്പറിലോ കിട്ടാത്തൊരു പോയിന്റ് ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ സ്ഥിരം നടക്കുമ്പോൾ അത് കൊണ്ട് നടക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഈ നദി ആഫ്രിക്കൻ വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ 6850 കിലോമീറ്റർ നീളമുള്ള നദിയെ അന്താരാഷ്ട്ര നദി അഥവാ ഇൻ്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് നീളം കൊണ്ട് മാത്രമല്ല, ഈ നദി ആഫ്രിക്കൻ വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. അതാണ് ഇമ്പോർട്ടൻ്റ്. 11 ആഫ്രിക്കയിലെ 11 രാജ്യങ്ങളിലൂടെ ആരൊഴുകുന്നുണ്ട്? നൈൽ നദി ഒഴുകുന്നുണ്ട്. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട്. ഈജിപ്തും സുഡാനും എന്നീ രാജ്യങ്ങളുടെ
ജീവനാഡിയായിട്ടും നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്രിക്കയിലെ 11 രാജ്യങ്ങളിലൂടെയാണ് ആര് പോകുന്നത്? നൈൽ നദി ഒഴുകുന്നത്. 11 രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്. അതുപോലെ തന്നെ ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ എന്താണ്? ജീവനാഡിയുമാണ് നൈൽ നദി. ഓക്കെ, നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്ത വൻകരയാണ് വടക്കേ അമേരിക്ക. മൂന്നാമത്തെ വലിപ്പത്തിൽ 3-ാം സ്ഥാനത്താരാണ്? വടക്കേ അമേരിക്ക. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? ആ കോഡ് ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് വടക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. ആരുടെയൊക്കെയാണ്? പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് ആര്? വടക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ പപ്സും ഉണ്ടാവും, വടയും ഉണ്ടാവും. ഇവിടെ അറ്റത്തിട്ടോ ഗ്ലാസിൻ്റെ ചില്ലും കൂടിൻ്റെ അറ്റത്ത് ആരുണ്ടാവും? പപ്സും ഉണ്ടാകും, വടയും ഉണ്ടായിരിക്കും. അങ്ങനെ അയച്ചാൽ മതി. പസഫിക്, വടക്കേ അമേരിക്ക, അറ്റ്ലാന്റിക്. അതായത് പസഫിക്കിൻ്റെ ഉള്ളിലാരാണ്? വടക്കേ അമേരിക്ക. പസഫിക്കിന് ഇടയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഡായിട്ട് കാണണ്ട, കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. കോഡായിട്ടൊന്നും കാണണ്ട, നിങ്ങൾക്ക് വേറെ രീതിയിൽ പഠിക്കാം. പക്ഷേ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾക്കെങ്കിലും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3-ാം സ്ഥാനത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3-ാം സ്ഥാനത്താണ്. ആദ്യം ആരായിരുന്നു? ഏഷ്യ. രണ്ടാമതാരായിരുന്നു? ആഫ്രിക്ക. മൂന്നാമതാരാണ്? വടക്കേ അമേരിക്ക. ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കൂ. അലാസ്ക പർവ്വതനിരയിലെ മക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓക്കെ, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആര്? മക്കിൻലിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആശാൻ എവിടെയുള്ളത്? അലാസ്ക പർവ്വതനിരയിലാണ് ഉള്ളത്. ആശാൻ അലാസ്ക പർവ്വതനിരയിലാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. മാക്സി അലക്കുന്നു എന്ന് ആലോചിക്കാം. അതായത് അലക്കുന്നത് മാക്സിയാണ്, മാക്കിൻലി. അങ്ങനെ ആലോചിക്കുക, കിട്ടാൻ വേണ്ടിയിട്ടാണ്. അലക്കുന്നത് മാക്കാണ്. അതുപോലെ തന്നെ ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ ഇവിടെയുണ്ട്. അതായത് പഞ്ചമഹാതടാകങ്ങൾ വടക്കേ അമേരിക്കയിലാണ്. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ, അതായത് പഞ്ചമഹാതടാകങ്ങൾ എവിടെയുള്ളത്? വടക്കേ അമേരിക്കയിലാണുള്ളത്. 5 വട എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, 5 മഹാതടാകങ്ങൾ എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. 21% എന്താണ്? ആ തടാകങ്ങളിൽ ശുദ്ധജലം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ചോദിക്കും പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന വൻകര പഞ്ചമഹാതടാകങ്ങളാണ്. 5 മഹാതടാകങ്ങൾ. അപ്പോൾ 5 വട അല്ലെങ്കിൽ 5 വട അങ്ങനെ ആലോചിക്കുക. അപ്പോൾ വടക്കേ അമേരിക്ക. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. അതായത് എസ്കിമോകളാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്നവർ. അവരുടെ പേരാണ് ഇന്യൂട്ടുകൾ. അവരുള്ളത് വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്കയിലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ പറയുന്ന പേരാണെന്ത്? ഇന്യൂട്ടുകൾ. അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കില്ല. അപ്പോൾ പുതുതായിട്ട് താമസിക്കുക എന്ന് ആലോചിച്ചാൽ മതി. ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എസ്കിമോകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അവരെവിടെയുള്ളത്? വടക്കേ അമേരിക്കയിലാണ് കേട്ടോ ഉള്ളത്. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. അതായത് വടക്കേ അമേരിക്കയിലെ കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏതാണെന്ന് ചോദിച്ചാൽ വടക്കേ അമേരിക്കയാണ് കേട്ടോ. വടക്കേ അമേരിക്ക. അതുപോലെ വടക്കേ അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഒന്ന് ന്യൂയോർക്ക് നഗരം. അതുപോലെ തന്നെ അമേരിക്കയിലെ ഗോതമ്പ് പാടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഇന്യൂട്ട് വംശജർ അഥവാ എസ്കിമോകൾ എന്ന് പറയുന്നത് ഇവരാണ്. ഇവർ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് കാണാമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇന്യൂട്ടുകൾ വടക്കേ അമേരിക്കയാണ്. മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകൾ ഇഗ്ലൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതായത് ഇന്യൂട്ടുകൾ എവിടെയുള്ളത്? വടക്കൻ അമേരിക്കയിലാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ
തണുപ്പ് കാലത്ത് താൽക്കാലികമായിട്ട് മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കും. അങ്ങനത്തെ വീടാണിത്. താൽക്കാലികമായി മഞ്ഞുകട്ട കൊണ്ട് ഉണ്ടാക്കിയ വീടാണിത്. അത് തണുപ്പ് കാലത്ത് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കാറുണ്ട്. ആ വീടുകൾ അറിയപ്പെടുന്നത് ഇഗ്ലു എന്നാണ്. ഇഗ്ലു. ഇന്യൂട്ടുകൾ മഞ്ഞുകാലത്ത് താൽക്കാലികമായി ഉണ്ടാക്കുന്ന വീടാണ് ഇഗ്ലു. ഇന്യൂട്ട്, ഇഗ്ലു. ഒരു കണക്ഷൻ കിട്ടില്ല. ഇന്യൂട്ട്, ഇഗ്ലു. ഓക്കെ. അടുത്തത് എന്ന് പറയുന്നത് പഞ്ചമഹാതടാകങ്ങൾ. നമ്മൾ പറഞ്ഞു വടക്കേ അമേരിക്കയിലാണ് മഹാതടാകങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു. പഞ്ചമഹാതടാകങ്ങൾ അഥവാ 5 മഹാതടാകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിർബന്ധമായിട്ട് പഠിക്കണം. PSC ചോദിച്ചിട്ടുണ്ട്. വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന 5 തടാകങ്ങളാണ്. ആരൊക്കെ? സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൺ, ഇറി, ഒൻറ്റാരിയോ. ഓക്കെ, ഇവരാണ് പഞ്ചമഹാതടാകങ്ങൾ. അപ്പോൾ PSC ചോദിച്ചിട്ടുണ്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ പഞ്ചമഹാതടാകങ്ങൾ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ പഞ്ചമഹാതടാകങ്ങൾ ഏത് വൻകരയിലാണ്, ഏത് രാജ്യങ്ങളിലാണ്? ഓക്കെ, പഞ്ചമഹാതടാകങ്ങൾ വടക്കേ അമേരിക്കയിലാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ കാനഡ, അമേരിക്ക എന്നീ രാജ്യങ്ങളിലാണ്, അതായത് കാനഡ, USA എന്നീ രാജ്യങ്ങളിലായിട്ടാണ് ഇവർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പഞ്ചമഹാതടാകങ്ങൾ കാനഡ, USA. ഒന്നുമില്ല, സുപ്പീരിയറുടെ കയ്യിലാണ് എന്ത് ഗണ്ണുണ്ടായിരിക്കുക അല്ലേ? സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെ കയ്യിലാണ് ഗണ്ണ്, തോക്കുണ്ടായിരിക്കുക. അങ്ങനെ ആലോചിക്കുക. സുപ്പീരിയർ, മിഷിഗൺ. അപ്പോൾ 2 നമ്മൾ പഠിച്ചു. അത് ഹ്യൂറനും ഇറിയും, അതായത് ഹ്യൂറി എന്ന് പഠിക്കാം. ഹൂറി എന്ന് പറയാറില്ല, നമ്മൾ ഹൂറി എന്ന് പറയാറുണ്ട്. ഉപ്പുപ്പപ്പോഴും ആ ഹൂറിയെ മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഹ്യൂറൻ, ഇറി എന്നുള്ളത് ഹ്യൂറി എന്ന് പഠിക്കാം. അതുപോലെ ഒൻറ്റാരിയോ, ഹൂറിയെ അറിയോ. ഓക്കെ, ഹൂറിയെ അറിയോ. കൺഫ്യൂഷൻ ആവരുത്, കാണാതെ പഠിക്കേണ്ട. നമുക്ക് നോക്കാം എന്താണ് സുപ്പീരിയറുടെ കയ്യിലാണ് എന്ത് ഗണ്ണുണ്ടായിരിക്കുക. സുപ്പീരിയറിൻ്റെ കയ്യിലാണ് ഗണ്ണുണ്ടായിരിക്കുക. നമ്മൾ പറഞ്ഞു സുപ്പീരിയർ, മിഷിഗൺ. ഓക്കെ, സുപ്പീരിയർ, മിഷിഗൺ 2 പഠിച്ചു. അതുപോലെ നമ്മൾ പഠിച്ചു ഹൂറിയെ അറിയോ. ഊറിയെ അറിയോ അങ്ങനെ പറയാം. അപ്പോൾ ഹൂ എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂറൻ. റീ എന്ന് പറഞ്ഞാൽ ആരാ? ഇറി. ഓക്കെ, ഇറി. അതുപോലെ അറിയോ, ഒൻറ്റാരിയോ. ഓക്കെ, ആദ്യം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ നിങ്ങളിത് 2-3 തവണ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആരും ടെൻഷൻ ആവേണ്ട, എന്തായാലും പഠിക്കാൻ പറ്റും. അപ്പോൾ വടക്കേ അമേരിക്കയിലാണ് മഹാതടാകങ്ങൾ എന്നുള്ളത് നിർബന്ധമായിട്ട് പഠിക്കണം. കാനഡ, USA എന്നീ രാജ്യങ്ങളിലുള്ളത്. ആരൊക്കെയാണ് പഞ്ചമഹാതടാകങ്ങൾ? സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാരിയോ. തെക്കേ അമേരിക്കയെക്കുറിച്ചാണ് പറയുന്നത്. തെക്കേ അമേരിക്ക. വടക്കേ അമേരിക്ക നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ആളാണ് തെക്കേ അമേരിക്ക. ആശാൻ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ്. അപ്പോൾ തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും എങ്ങനെയാണുള്ളത്? പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് ആരുള്ളത്? വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്ക ഉള്ളത്. അപ്പോൾ തെക്കേ അമേരിക്ക, പസഫിക്, അറ്റ്ലാന്റിക്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കണക്ട് ചെയ്യാൻ കിട്ടാൻ. വലിപ്പത്തിൽ 4ാം സ്ഥാനത്താണ് തെക്കേ അമേരിക്ക. വലിപ്പത്തിൽ 4ാം സ്ഥാനത്താണ്. നമ്മളെ കോഡ് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ മൗണ്ട് അക്കോങ്കുവയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. അതായത് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് അക്കോങ്കുവ. ഓക്കെ, അക്കാങ്കുഹ പഠിക്കണം. അക്കാങ്കുവ. ഓക്കെ, മൗണ്ട് അക്കോങ്കുവയാണ് എന്ത്? തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഇത് ശരിയാണോ? അപ്പോൾ നമ്മൾ എന്ത് പറയും? അതെ, അക്കോങ്കുവ ആണ് എന്ത്? തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ശരിയാണോ? അതെ, അതാണ് കോഡ്. അതെ. ഓക്കെ, മൗണ്ട് അക്കോങ്കുവയാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചു കൊണ്ടൊഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആമസോൺ നദി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആമസോൺ നദി ശുദ്ധജലം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന നദിയാണ് ആര്? ആമസോൺ നദി. ഒന്നുമില്ല, ഈ ആമ എന്ന് പറയുന്ന ജീവി ശുദ്ധജലത്തിലേ ജീവിക്കുള്ളൂ, മലിനജലത്തിൽ ജീവിക്കുക എന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശുദ്ധജലത്തിലല്ല ആമനെ കാണുക. ഓക്കെ, ആണ്, സമ്മതിച്ചു. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി തെക്കേ അമേരിക്കയിലാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ആമസോൺ എവിടെയുള്ളത്? തെക്കേ അമേരിക്ക. ആമസോൺ തെക്കേ അമേരിക്ക. നമ്മൾ നേരത്തെ പറഞ്ഞു അക്കങ്കുവ തെക്കേ, അതേ എന്ന് പറഞ്ഞു. ഇതും അതേപോലെ തന്നെ അതായത് അതേ തന്നെയാണ്. ആമസോൺ എവിടെയാണ്? തെക്കേ അമേരിക്ക. ഓക്കെ, അതുപോലെ തന്നെ തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദി, അതായത് തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദീ തടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളതാണ്. ഓക്കെ, കേട്ടിരുന്നാൽ മതി. ബ്രസീലിലെ കാപ്പിത്തോട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നോക്കുക.
ഓക്കെ, കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. അതായത് ആള് കാലിയായാലാണ് തെക്കോട്ട് കൊണ്ടുപോകാൻ ആലോചിച്ചാൽ മതി. കന്നുകാലി വളർത്തലാണ് തെക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട തൊഴിൽ. അതുപോലെ തന്നെ ആമസോൺ, ഇതാണ് കേട്ടോ ആമസോൺ നദി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചു കൊണ്ടുവരുന്ന ഒഴുകുന്ന നദിയാണ് ആര്? ആമസോൺ നദി. ആശാൻ എവിടെയുള്ളത്? അതെ. അപ്പോൾ അതെ, ആമസോണിൻ്റെ ആയും തെക്കേ അമേരിക്കേൻ്റെ തേയും. അപ്പോൾ അതെ, ഓക്കെ, അത് കിട്ടും. വാണിജ്യ കന്നുകാലി വളർത്തൽ ഇങ്ങനെയാണ് പോലെ കന്നുകാലിനെ വളർത്തുന്നത്. അതുപോലെ നദിയിൽ ഇറങ്ങല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ശ്രദ്ധിച്ചോളൂ. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. മറ്റു മത്സ്യങ്ങളെയും നദിയിലിറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും. അപ്പോൾ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് ആര്? പിരാന. അതായത് ആമ വന്നു, ആന വന്നു, അങ്ങനെ ആലോചിച്ചാൽ മതി. ആമസോണിലാണ് പിരാന, അങ്ങനെ ആലോചിക്കുക. ആമസോൺ, പിരാന. അതുപോലെ മറ്റു മത്സ്യങ്ങളെയും നദിയിലിറങ്ങുന്ന ജീവികളെയും, അതായത് ആ നദിയിലുള്ള മറ്റു മത്സ്യങ്ങളിലും നദിയിലിറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ചിട്ട് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവർ തിന്നു തീർക്കും. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു മത്സ്യമാണ്. ഇയാളുള്ളത് എവിടെയാണ്? ആമസോണിലാണ്. ഓക്കെ, പിരാന. മരച്ചീനി നാടനല്ല. അതായത് കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. നമ്മൾ പറയുന്ന മരച്ചീനി ഉണ്ടല്ലോ, അത് തെക്കേ അമേരിക്കയിലാണ് ജന്മദേശം. തേക്ക് മരമാണല്ലേ, തേക്ക് മരം. അപ്പം തെക്കേ അമേരിക്ക എന്ന് കിട്ടും. മരച്ചീനി തെക്കേ അമേരിക്ക, തേക്ക് മരം എന്ന് ആലോചിക്കുക. മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണക്ഷൻ ഇട്ടിരുന്നത്. അതുപോലെ നമുക്ക് പരിചയമുള്ള പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അതവിടെ കട്ടെ. അപ്പം മരച്ചീനി എവിടെയാണ്? തെക്കേ അമേരിക്ക. ഓക്കെ, ഇനി അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക ഇവിടെയാണ്. വലിപ്പത്തിൽ 5ാം സ്ഥാനത്താണ് അന്റാർട്ടിക്ക. 5 അന്റാർട്ടിക്ക. ഓക്കെ, നമ്മളെ കോഡ് ഓർത്താൽ വേഗം കിട്ടും. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. നമുക്ക് ചിത്രത്തിൽ തന്നെ കാണാം, ഇത് ധ്രുവപ്രദേശത്താണ് അല്ലേ, ഭൂമിയുടെ ധ്രുവപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തണുപ്പ് കൂടിയ പ്രദേശം അന്റാർട്ടിക്കയാണ്. പ്രദേശം അന്റാർട്ടിക്ക വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. അതായത് ഒരു വർഷം മുഴുവൻ എന്താണ്? മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. മഞ്ഞിൻ്റെ കളർ വെള്ളമല്ലേ. ഓക്കെ, നോക്കാം. സ്ഥിര ജനവാസമില്ല. സ്ഥിരമായിട്ടൊരു ജനവാസം എവിടെയില്ല? അന്റാർട്ടിക്കയിലില്ല. കാരണം ധ്രുവപ്രദേശമാണ്, അതിശൈത്യമാണ് അവിടെ ഉള്ളത്. വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നു. ഓക്കെ, അപ്പോൾ സ്ഥിര ജനവാസമില്ല. അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പരിവേഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, അവിടെ അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഒരു വൻകരയാണ് അന്റാർട്ടിക്ക. അതുകൊണ്ട് തന്നെ ധാതു പരിവേഷണത്തിനായിട്ടും കാലാവസ്ഥാ പഠനത്തിനായിട്ടും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന പെൻഗിനുകൾ. അപ്പോൾ പെൻഗിനുകൾ കാണപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. ഒന്നുമില്ല, പണ്ട് നമുക്കൊരു പെന്നില്ലേ, ടിക് ടിക്ക് പെൻ, ടിക് 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 ടിക്ക്, നമുക്ക് 2 രൂപേൻ്റെ. അപ്പോൾ ടിക് ടിക് പെൻഗിൻ. അപ്പോൾ അന്റാർട്ടിക്ക എന്താണ്? പെൻഗിൻ. അതായത് പെൻഗിന് കാണപ്പെടുന്നത് അന്റാർട്ടിക്കയിലാണ്. മൈത്രി, ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഓക്കെ, ഇന്ത്യയിലെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ആര്? മൈത്രി, ഭാരതി. ഓക്കെ, നമ്മൾ മൈത്രി ഭാരതിയും പറഞ്ഞു. ആരും കൂടി ഉണ്ട്, അതിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അദ്ദേഹമാണ് ആര്? ദക്ഷിണ ഗംഗോത്രി. എന്താ ദക്ഷിണ ഗംഗോത്രിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ്. PSC ചോദിച്ചിട്ടുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയിലെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്, ദക്ഷിണ ഗംഗോത്രി. അതുപോലെ മൈത്രി ഭാരതിയും ചോദിച്ചിട്ടുണ്ട്, ഉൾപ്പെടാത്തത് ചോദിച്ചിട്ടുണ്ട്. പഠിക്കണം, ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. ഓക്കെ, അപ്പം ദക്ഷിണ ഗംഗോത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ്. അന്റാർട്ടിക്കയിലുള്ള ആദ്യ ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000-ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. അതായത് 1983 ഇന്ത്യ ദക്ഷിണ ഗംഗോത്രിയിൽ അന്റാർട്ടിക്കയിൽ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000-ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്ത വൻകരയാണ് യൂറോപ്പ്. യൂറോപ്പാണ് അടുത്ത വൻകര. യൂറോപ്പ് എന്താ? അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായിട്ടാണ് യൂറോപ്പ് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പ് അറ്റ്ലാന്റിക്കിനും ഏഷ്യയ്ക്കും വലുപ്പത്തിൽ 6ാം സ്ഥാനമാണുള്ളത്. നമ്മൾ പറഞ്ഞു വലുപ്പത്തിൽ യൂറോപ്പിന് 6ാം സ്ഥാനമാണുള്ളത്. യൂറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് PSC. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത് ആരാ? പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യൂറാല്. യൂറോപ്പിൻ്റെ യൂവും ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത് കൊണ്ട് യൂറാല്. ഓക്കെ, യൂറാല് എന്ന് പറയുന്നത് പർവ്വതനിരയാണ്. അത് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ്. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞാൽ ജനസംഖ്യയിൽ 3ാം സ്ഥാനത്താണ്. യൂറോപ്പ് എന്ന് പറയുന്നത് ജനസംഖ്യയിൽ 3ാം സ്ഥാനത്താണ്. ഏഷ്യയാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് ആഫ്രിക്ക പറഞ്ഞു. ജനസംഖ്യയിൽ 3ാം സ്ഥാനം ആരാണ്? യൂറോപ്പാണ് കേട്ടോ. അതാ യൂറോപ്പാണ് ജനസംഖ്യയിൽ 3ാം സ്ഥാനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ തെക്കു ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്കു ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ്. യൂറോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത് എന്താണ്? മിതമായ ചൂടേ ഉള്ളൂ, പക്ഷേ വടക്കു ഭാഗത്ത് അതികഠിനമായ തണുപ്പാണുള്ളത്. ഓക്കെ, മിതമായ ചൂടും തണുപ്പുമാണ് തെക്ക് ഭാഗത്തുള്ളത്. വടക്ക് ഭാഗത്ത് പക്ഷേ അതികഠിനമായ തണുപ്പാണ്. ഓക്കെ, തണുത്ത വടയാണ് യൂറോപ്പിലുള്ളത് എന്ന് ആലോചിക്കാം. അതുപോലെ തന്നെ വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ്. അപ്പോൾ യൂറോപ്പിലെ പ്രധാനപ്പെട്ട തൊഴിൽ മത്സ്യബന്ധനമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട തൊഴിൽ മത്സ്യബന്ധനം ആണ്. അപ്പോൾ യൂറോപ്പിലെ വിനോദം സ്കീയിങ്, അതായത് ഐസിൽ ഇതുപോലെ നിരങ്ങി പോകുന്നതാണെന്ത്? സ്കീയിങ് ചോദിച്ചിട്ടുണ്ട്. സ്കീയിങ് എന്നത് യൂറോപ്പിലെ വിനോദമാണ്. മുന്തിരി കൃഷി. അതുപോലെ തന്നെ ലണ്ടൻ നഗരമാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ പറയുന്നത് പാതിരാ സൂര്യൻ്റെ നാട് അഥവാ നോർവേ ആണ്. നോർവേ, അതായത് പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ് കേട്ടോ. പാതിരാ സൂര്യൻ്റെ നാട് നോർവേ. ഓക്കെ, സാധാരണ സൂര്യനല്ല, പാതിരാ സൂര്യൻ. അത് നോർമൽ അല്ല, അങ്ങനെ ആലോചിച്ചാൽ മതി. പാതിരാ സൂര്യൻ്റെ നാടാണ്. സാധാരണ സൂര്യനല്ല, നോർമൽ അല്ലാത്ത സൂര്യനാണ് പാതിരാ സൂര്യൻ. അപ്പോൾ നോർവേ കിട്ടും. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ 66, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 66 വടക്കാണ്, നോർത്താണ് ആരുള്ളത്? നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. എങ്ങനെയാണ്? ആർട്ടിക് വൃത്തത്തിനുള്ളിൽ 66, അതായത് 66 വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏതൊക്കെ രാജ്യങ്ങളാണ്? നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ 2 രാജ്യങ്ങളാണ്. തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ്. 6 മാസം പകലും 6 മാസം രാത്രിയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത് നോർമൽ അല്ലല്ലേ. അപ്പം നോർവേ കിട്ടും. അതുപോലെ ഫിൻലാൻഡും അങ്ങനെയാണ്. 6 മാസം പകൽ ഫില്ല് ചെയ്യും, അടുത്ത 6 മാസം രാത്രി ഫില്ല് ചെയ്യും. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ നോർവേ, ഫിൻലാൻഡാണ് 6 മാസം പകലും 6 മാസം രാത്രി. എന്താണ്? ആർട്ടിക് വൃത്തത്തിൽ 66 വടക്കാണ് കേട്ടോ, അതും കൂടി ഓർമ്മിക്കണം. ഇത്തരം പ്രദേശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് SK പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകം വായിക്കുമല്ലോ. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? പാതിരാ സൂര്യൻ്റെ നാട് എന്ന കൃതി എഴുതിയിട്ടുള്ളത് SK പൊറ്റക്കാട്. ഓക്കെ, പാതിരാ സൂര്യൻ്റെ നാട്ട് SK പൊറ്റക്കാട്. പാതി കാടാണെന്ന് ആലോചിച്ചാൽ മതി. പാതി കാട്. ഓക്കെ, കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കിട്ടണം. അടുത്തത് ഏറ്റവും അവസാനം, അതായത് വൻകരകളിലെ ഏറ്റവും ചെറിയ വൻകരയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ഏറ്റവും ചെറിയ വൻകര. ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയ. ഈ കാണുന്ന ആളാണ് ഓസ്ട്രേലിയ. ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നു. ഓസ്ട്രേലിയ ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുക. ഓക്കെ, അതായത് ഓഷ്യാനിയ, ഓസ്ട്രേലിയ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടാവും. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതായത് ഇത് ഓസ്ട്രേലിയ ആണെങ്കിൽ പൂർണ്ണമായും എന്താണ്? ജലത്താൽ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയാണ്. അതുപോലെ തന്നെ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയയെ വിളിക്കുന്ന പേര് വൻകര ദ്വീപ് എന്നാണ് കേട്ടോ. മുട്ടയിടുന്ന സസ്തനിയാണ് പ്ലാറ്റിപ്പസ്. അതുപോലെ സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെട്ട ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ? മുട്ടയിടുന്ന സസ്തനി. ഓക്കെ, മുട്ടയിടുന്ന സസ്തനിയാണ് ആര്? പ്ലാറ്റിപ്പസ്. വളരെ ഇമ്പോർട്ടൻ്റ്. മുട്ടയിടുന്ന സസ്തനി, അതായത് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതാണ് ആര്? സസ്തനികൾ. പക്ഷെ മുട്ടയിടുന്ന സസ്തനിയാണ് ആര്? പ്ലാറ്റിപ്പസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുട്ടയിടുന്നതാണ് പ്ലാറ്റിപ്പസ്.
അതായത് മുട്ട പ്ലേറ്റിൽ ഇട്ടു എന്ന് ആലോചിച്ചാൽ മതി. പ്ലാറ്റിപ്പസ്, അതുപോലെ സഞ്ചിമൃഗം ഗംഗാരു എല്ലാവർക്കും കിട്ടും. ഓസ്ട്രേലിയയിലാണ് കണ്ടുവരുന്നത്. നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ ആണ് ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഡിങ്കോകൾ നായവർഗ്ഗമാണെന്ന് ഓസ്ട്രേലിയ കിട്ടണം. ഓസ്ട്രേലിയ നായാടി എന്ന് ആലോചിച്ചാൽ മതി, നായാടി. ഓക്കെ. ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്ന വൻകരയാണ് ഇത്, ഓസ്ട്രേലിയ. ഇതാണ് ഓസ്ട്രേലിയയിലെ സിഡ്നി നഗരം. സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത് ഓസ്ട്രേലിയയാണ്. മറക്കരുത്, കാൾഗൂർലി സ്വർണ്ണഖനി ഓസ്ട്രേലിയയാണ്. ശ്രദ്ധിക്കണം. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. അതായത് ഓസ്ട്രേലിയയിൽ നിന്ന് സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ വൻതോതിലാണ് ഖനനം ചെയ്യപ്പെടുന്നത്. അത് പഠിക്കണം. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം. ഓക്കെ. അതുപോലെ ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ് എന്ത്? ഓസ്ട്രേലിയ ചെമ്മരിയാടിന് പ്രസിദ്ധമാണ് കേട്ടോ. അതുപോലെ തുകൽ സഞ്ചിയിലെ കുഞ്ഞ്, നമ്മൾ പറഞ്ഞു ഗംഗാരു എവിടെയുള്ളത്? ഓസ്ട്രേലിയയിലാണ്. ശരീരത്തിന് വെളിയിൽ ഒരു തുകൽ സഞ്ചി, അതിനുള്ളിൽ ഒരു കുഞ്ഞ്. ഈ മൃഗം ഏതെന്ന് മനസ്സിലായില്ലേ? ഓസ്ട്രേലിയയിൽ കാണുന്ന ഗംഗാരു എന്ന മൃഗത്തിന് പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകുവാനുള്ള കഴിവുണ്ട്. ഇതാ സഞ്ചി പുറത്താണുള്ളത്, അതിൽ കുഞ്ഞിനെ കുഞ്ഞിനെ സംരക്ഷിച്ച് വെക്കുന്നു. അതുപോലെ തന്നെ പിൻകാലുകളും വാലും ഉപയോഗിച്ച് കങ്കാരുക്കൾക്ക് അതിവേഗം ചാടി പോകാനുള്ള കഴിവുണ്ട്. അതുപോലെ ചെമ്മരിയാട് വളർത്തൽ, ന്യൂസിലാൻഡിലെ ചെമ്മരിയാട് വളർത്തലാണ്. ജസ്റ്റ് നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് നോക്കാം. ദ്വീപുകൾ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അതായത് ഇതൊരു കരഭാഗമാണെങ്കിൽ ഇതിന് ചുറ്റുമാരാണ്? കടലായിരിക്കും. ഓക്കെ. ജലം കൊണ്ട് ചുറ്റപ്പെട്ടതായിരിക്കും. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ആര്? ദ്വീപുകൾ. ഓക്കെ. ഇതാണ് കരഭാഗം എങ്കിൽ അതിന് ചുറ്റും ജലമുണ്ടെങ്കിൽ അതാണ് എന്ത്? ആ കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഗ്രീൻലാൻഡാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പച്ച കളറാണെന്ന് ആലോചിച്ചാൽ മതി. ചുറ്റും ജലമാണ്. ഇതാണ് ഗ്രീൻലാൻഡ് എങ്കിൽ ഇതിന് ചുറ്റും ജലമാണ്, അതായത് ജലം സമുദ്രമാണ്. അപ്പോൾ ഇവിടെ മൊത്തം വെള്ളം കിട്ടുന്നതിനെ കൊണ്ട് ഇവിടെയൊക്കെ പച്ച കളറായിരിക്കും, ചെടികൾ വളർന്നുണ്ട്. അപ്പോൾ ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. അദ്ദേഹം ഉള്ളത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്താട്ടോ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്താണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ്. ഓക്കെ. കടലാ പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് ദ്വീപുകളാണ്. ഇനി അടുത്തത് കടൽ. ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. ഭാഗികമായിട്ട് കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രം. ഇവിടെയാണ് സമുദ്രം ഉള്ളെങ്കിൽ ഇതാണ് സമുദ്രം. ഓക്കെ. ഇത് സമുദ്രമാണെങ്കിൽ ഇതിൻ്റെ ഔട്ടറിലുള്ള ആളാണ് ആര്? കടൽ. ഈ കടൽ എന്താണ്? ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ടിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രത്തിൻ്റെ ഭാഗമാണ് ആര്? സമുദ്രഭാഗമാണ് കടലുകൾ. ഓക്കെ. മറക്കരുത്, കടലുകൾ. ഇത്ര നേരം നമ്മൾ വൻകരകളെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സമുദ്രങ്ങളെ കുറിച്ചാണ്. ഓക്കെ. വൻകരകൾ 7 എണ്ണമാണെങ്കിൽ സമുദ്രം നമുക്ക് 5 എണ്ണമാണുള്ളത്. ഓക്കെ. ലോകത്ത് പ്രധാനമായിട്ടും 5 സമുദ്രങ്ങളാണുള്ളത്. പ്രധാനമായും 5 ലോക സമുദ്രങ്ങളാണ് നമുക്കുള്ളത്. അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, അതുപോലെ ആർട്ടിക് സമുദ്രം. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓർഡറാണ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതാണ്. അപ്പോൾ പസഫിക് സമുദ്രമാണ് ഫസ്റ്റ്, അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രമാണ് രണ്ടാമത്, പിന്നെ വരുന്നത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം അഥവാ ഇന്ത്യൻ ഓഷ്യനാണ്. അതുപോലെ അന്റാർട്ടിക്കും ആർട്ടിക്കും. ഓക്കെ. ഇതാണ് 5 സമുദ്രങ്ങൾ. ഓക്കെ. അപ്പോൾ നമ്മളിത് എങ്ങനെ പഠിക്കുന്നു വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വിറ്റ് ഇന്ത്യ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് പറ്റ് ഇന്ത്യ എന്നാക്കുക. പറ്റ് ഇന്ത്യ, അതായത് എന്ന് പറയുന്നത് പസഫിക് സമുദ്രം, എന്ന് പറയുന്നത് അറ്റ്ലാന്റിക്കിൻ്റെ ടീയാണ്. അപ്പോൾ പറ്റ്, പിന്നെ ഇന്ത്യൻ, പറ്റ് ഇന്ത്യ. ഓക്കെ. പിന്നെ അന്റാർട്ടിക്കും ആർട്ടിക്കും. ഓക്കെ. അന്റാർട്ടിക് കഴിഞ്ഞിട്ടാണ് ആർട്ടിക്, ഏറ്റവും ചെറുത് ആർട്ടിക്. ഓക്കെ. അന്റാർട്ടിക് എന്ന് എഴുതുമ്പോൾ ഒത്തിരി ഇല്ലേ? അന്റാർട്ടിക്. പക്ഷേ ആർട്ടിക് കുറച്ചല്ലേ, 3 അക്ഷരമേ ഉള്ളൂ, 4 അക്ഷരമേ ഉള്ളൂ. അന്റാർട്ടിക് എന്ന് എഴുതുമ്പോൾ 5 അക്ഷരങ്ങൾ വരുന്നു. അതുപോലെ ആർട്ടിക് എന്ന് എഴുതുമ്പോൾ 4 വരുന്നു. അപ്പോൾ 5 ആദ്യം വരിക അന്റാർട്ടിക്, പിന്നെ 4 അക്ഷരങ്ങൾ ഏറ്റവും അവസാനം വരും ആർട്ടിക്. ഓക്കെ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ.
പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം, അതായത് വേൾഡ് ഓഷ്യൻ. സമുദ്രങ്ങളെല്ലാം എന്താണ്, പരസ്പരം ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം, വേൾഡ് ഓഷ്യൻ. ഓക്കെ, കിട്ടൂലേ? നമുക്കിത് നോക്കാം, സമുദ്രങ്ങൾ നോക്കാം. ഇതാണ് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രം എന്ന് പറയുന്നത് വലിപ്പത്തിൽ 1-ാം സ്ഥാനത്തുള്ള സമുദ്രങ്ങളിൽ വലിപ്പത്തിൽ 1-ാം സ്ഥാനം പസഫിക്കാണ്. ഓക്കെ, 1-ാം സ്ഥാനം പസഫിക്കാണ്. അതായത് നമ്മൾ ചായ കുടിക്കാൻ പോയതിൽ ആദ്യം വാങ്ങുക പപ്സ് ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ പസഫിക് വലിപ്പത്തിൽ 1-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത്. അതുപോലെ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ചോദിക്കും, PSC ചോദിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? ചലഞ്ചർ ഗർത്തം. അതുപോലെ എങ്ങനെയാണ് ചോദിച്ചത്? ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചു. എവിടെയാ? പസഫിക്. ഓക്കെ, പസഫിക് സമുദ്രത്തിൽ, പസഫിക്കിലാണ് ചലഞ്ചർ ഉള്ളത്. പച്ച എന്ന് ആലോചിച്ചാൽ മതി. പസഫിക് സമുദ്രത്തിലാണ് ചലഞ്ചർ ഗർത്തം ഉള്ളത്. ഈ ചലഞ്ചർ ഗർത്തത്തിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ ആഴം കൂടിയ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഗർത്തം. ഓക്കെ, ചലഞ്ച് ചെയ്യുമ്പോൾ ആഴത്തിൽ ചെയ്യണമെന്ന് ആലോചിക്കാം. അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാ? പസഫിക് സമുദ്രമല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുക എവിടെയായിരിക്കും? പസഫിക് സമുദ്രം. പസഫിക് സമുദ്രം ധാതു സമ്പന്നമാണ്. ഓക്കെ, കൊടുക്കട്ടെ. ഇനി പസഫിക് സമുദ്രത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് പറയുന്നത്. പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ 1/3 ഭാഗത്തോളം വരും. ഭൂമിയുടെ 2/3 ഭാഗം ജലമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ 1/3 ഭാഗം എങ്ങനെയാണുള്ളത്? പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ 1/3 ഭാഗത്തോളം വരും. എല്ലാ വൻകരകളും ചേർന്നാലുള്ള ആകെ വലുപ്പത്തേക്കാൾ കൂടുതലാണ് എന്ത്? ഈ പസഫിക് സമുദ്രവും അതിൻ്റെ കടലുകളും ചേർന്നാലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും വലുതാണ് പസഫിക് സമുദ്രം. അതായത് ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത് മുകളിൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ആർട്ടിക് അന്റാർട്ടിക് ആണ്. മുകളിലെ ധ്രുവത്തിൽ ആർട്ടിക്കും താഴെ ധ്രുവത്തിൽ അന്റാർട്ടിക്കുമാണ്. അപ്പോൾ ആർട്ടിക് സമുദ്രം കണ്ടു. ഏഷ്യ ഉള്ളത് ഇവിടെയാണ്. ഏഷ്യ ദാ വടക്കേ അമേരിക്ക. ഓക്കെ, വടക്കേ അമേരിക്ക. അതുപോലെ തന്നെ തെക്കേ അമേരിക്ക എവിടെയാണുള്ളത്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഇവിടെ ഏഷ്യ ഉണ്ട്. അതുപോലെ ഓസ്ട്രേലിയ ഉള്ളത് ഇവിടെയാണ്. ഇതിന് നടുവിലാണ് ആരുള്ളത്? പസഫിക് സമുദ്രമുള്ളത്. ഓക്കെ, പസഫിക് സമുദ്രം. അപ്പോൾ എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. പസഫിക് സമുദ്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇതൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. വലിപ്പത്തിൽ 2-ാം സ്ഥാനത്താണ് അറ്റ്ലാന്റിക് സമുദ്രം. ആദ്യം പസഫിക്, പിന്നെ അറ്റ്ലാന്റിക്. ഓക്കെ, പസഫിക്, അറ്റ്ലാന്റിക്. ലോകത്തിലെ 2-ാം സ്ഥാനത്ത്, വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ്. അപ്പോൾ ചോദിക്കും, ഗ്രാൻഡ് ബാങ്ക്സ് എന്നറിയപ്പെടുന്ന മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണെന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് ആണ്. അതായത് ഗ്രാൻഡ് ബാങ്ക്സ് ആണ്. ബാങ്ക് ഒക്കെ സ്ഥിതി ചെയ്യാൻ ലാൻഡ് വേണം എന്ന് ആലോചിക്കുക. ബാങ്ക്സ്, ലാൻഡ്. ഇപ്പോൾ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് മത്സ്യബന്ധന കേന്ദ്രമാണ്. അതെവിടെയുള്ളത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണുള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്ത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട്. ഓക്കെ, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട്. ശ്രദ്ധിക്കണം, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്തിനാണ് ലോകത്തിലെ തിരക്കേറിയ സമുദ്രപാത എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി അറ്റ്ലാന്റിക് സമുദ്രം എവിടെയാണെന്ന് വെച്ചാൽ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഇവരുടെയൊക്കെ ഇടയിലാണ് ആരുള്ളത്? അറ്റ്ലാന്റിക് സമുദ്രം ഉള്ളത്. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. ഈ ഭാഗത്തായിരുന്നു പസഫിക് സമുദ്രം നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഈ വൻകരയുടെ ഇടയിലാണ് ആരുള്ളത്? അറ്റ്ലാന്റിക് സമുദ്രം ഉള്ളത്. ഒക്കെ ആ ചിത്രം നോക്കാം. അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യൻ 1, 2, 3. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് വലിപ്പത്തിൽ 3-ാം സ്ഥാനമാണ്. ഈ സമുദ്രത്തിന് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം എന്ന വിശേഷണമുണ്ട്. അതായത് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം എന്ന വിശേഷണം ആർക്കുള്ള? ഇന്ത്യൻ മഹാസമുദ്രം. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. ഓക്കെ, പറയാം നമുക്ക്. അതായത് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രം
ഇതാണ് ഇന്ത്യൻ മഹാസമുദ്രം. നമ്മുടെ ഇന്ത്യയാണ് എടുത്ത്, ഇന്ത്യൻ്റെ അടിഭാഗമാണിത്. ഇന്ത്യ ഇവിടെ, ഏഷ്യ ഇവിടെ, ആഫ്രിക്ക ഇവിടെ. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇത്. ഇതിൻ്റെ ഇവിടെ ഉള്ളത് അറബിക്കടലും ഇവിടെ ഉള്ളത് ബേ ഓഫ് ബംഗാൾ അഥവാ ബംഗാൾ ഉൾക്കടലുമാണ്. ഇന്ത്യയുടെ ഈ ഭാഗത്ത്, അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് ബേ ഓഫ് ബംഗാൾ അഥവാ ബംഗാൾ ഉൾക്കടലും, അതുപോലെ ഗുജറാത്ത്, കേരളത്തിൻ്റെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരാണ്? അറബിക്കടലുമാണുള്ളത്. ഈ രണ്ടും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ആരുടെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. പവിഴപ്പുറ്റുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രത്യേകത എന്താണ്? പവിഴപ്പുറ്റുകൾ. ഇന്ത്യക്കാരൊക്കെ പവിഴം പോലെയാണെന്ന് ആലോചിക്കുക. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പൊളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ചോദിച്ചിട്ടുണ്ട് കോറൽ പൊളിപ്പുകൾ എന്തിനുദാഹരണമെന്ന് ചോദിച്ചിട്ടുണ്ട്. പവിഴപ്പുറ്റുകൾ. അപ്പോൾ പഠിക്കണം, കോറൽ പൊളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അപ്പോൾ കോറൽ പൊളിപ്പുകൾ എന്ന് പറയുന്നത് പവിഴപ്പുറ്റാണ്, പഠിക്കണം. അതുപോലെ അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹത്തിൽ അധികവും പവിഴദ്വീപുകളാണുള്ളത്. അറബിക്കടലിലാണ് ആരുള്ളത്? ലക്ഷദ്വീപ്. അറബിക്കടലിൽ ലക്ഷദ്വീപ് ഉള്ളത്. ആ ലക്ഷദ്വീപിൽ അധികവും പവിഴദ്വീപുകളാണുള്ളത്. ലക്ഷദ്വീപ് ലക്ഷം കിട്ടാൻ പവിഴം വിറ്റാൽ ലക്ഷങ്ങൾ കിട്ടും എന്ന് ആലോചിച്ച് മതി. പവിഴം വിറ്റാൽ ലക്ഷങ്ങൾ കിട്ടും. അങ്ങനെ കണക്ട് ചെയ്യുക. അറബിക്കടലിലാണ് ലക്ഷദ്വീപ്. അടുത്തത് അന്റാർട്ടിക് സമുദ്രമാണ്. അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത് അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ്. ഓക്കെ, അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത് അന്റാർട്ടിക്ക സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ്. ഇത് വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ സമുദ്രത്തിൻ്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. അതായത് മുകൾ ഭാഗം തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്, ഐസാണെന്നാണ് പറയുന്നത്. ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു. ധാരാളം മത്സ്യസമ്പത്തും ഈ സമുദ്രത്തിലുണ്ട്. അതായത് തണുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ മുകളിലുള്ള ജലമെല്ലാം ഐസായിട്ടുണ്ട്, എന്നാൽ അടിയിൽ വെള്ളം ഉണ്ടായിരിക്കും. അവിടെ മത്സ്യസമ്പത്ത് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അത് കിട്ടില്ല എന്തായാലും. ഏറെ തണുപ്പുള്ള പ്രദേശമാണ് ഇവിടെ. അതിൻ്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങളുണ്ട്, മത്സ്യസമ്പത്തും ഉണ്ട്. അപ്പോൾ അടുത്തതായിരുന്നു അന്റാർട്ടിക് സമുദ്രം. അതുപോലെ തന്നെ ആർട്ടിക് സമുദ്രമാണ് അടുത്തത്. ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക്. അതായത് ഇതാണ് ഭൂമിയെങ്കിൽ ഇത് ഉത്തര ധ്രുവം, ഇവിടെ ദക്ഷിണ ധ്രുവം. ഉത്തര ധ്രുവത്തിൽ ആർട്ടിക്കും ഇവിടെ അന്റാർട്ടിക്കുമാണ് ഉള്ളത്. അന്റാർട്ടിക്. ഓക്കെ, ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. അതുപോലെ ഈ സമുദ്രം വർഷത്തിൽ 6 മാസത്തിലേറെക്കാലം മഞ്ഞ് മൂടിക്കിടക്കുന്നു. 6 മാസത്തിലേക്കാൾ കൂടുതൽ മഞ്ഞ് മൂടിക്കിടക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ, അതായത് വൻകരകളും സമുദ്രങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണിത്. ഏതൊക്കെയാണ് വൻകരകളും സമുദ്രങ്ങളും നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് വൻകരകൾ? 7 വൻകരകളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ 5 മഹാസമുദ്രങ്ങളും നമുക്കുണ്ട്. 7 വൻകരകളും 5 മഹാസമുദ്രങ്ങളും നമുക്കുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഉടനീളം ഡിസ്കസ് ചെയ്തതും എന്താണ്? അത് തന്നെയാണ്, വൻകരകളും സമുദ്രങ്ങളും. അപ്പം 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ വൻകരകളും സമുദ്രങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് തീർത്തിട്ടുള്ളത്. എല്ലാവരും സീരിയസ് ആയിട്ട് നോക്കുക. ഓക്കെ, 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൻകരകളും സമുദ്രങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ തീർത്തിട്ടുള്ളത്. നമ്മുടെ മിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്ട്രോങ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക്